കരൂരിൽ ഈ ദുരന്തത്തിന് കാരണക്കാരനായ നടൻ വിജയ് തൻ്റെ തടിതപ്പി മുങ്ങി വീട്ടിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാവർക്കും എല്ലാവരുടെ തടിയും തന്നെയാണ് ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് വിജയ് ഹോസ്പിറ്റലിൽ പോയുള്ള ഒരു അവസ്ഥയെന്ന് വെച്ചാൽ അവിടെ 40+ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ എടപ്പാടി പളനിസ്വാമി, തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ മെച്ചൂർഡായിട്ട് ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ 40ഓളം ആൾക്കാർ മരിച്ചു. അപ്പോൾ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണാം. അവർ ഇമോഷണലി എങ്ങനെ പെരുമാറും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ റിയാക്ട് ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായി അവിടെ സുരക്ഷാ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇപ്പം വിജയുടെ പാർട്ടിയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം സുരക്ഷിത സ്ഥാനത്തേക്ക് പോകും. ഇപ്പം ഈ തമിഴ്നാട്ടിൽ 2026 ഇലക്ഷൻ ഇനിയിപ്പോൾ ഒരു 6 മാസത്തോളം ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ അവിടെ 38 ജില്ലകളുണ്ട്. ഈ 38 ജില്ലകളിലും ഇവരുടെ ഈ പ്രോഗ്രാം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും 3 സ്ഥലങ്ങളിലാണ് ഇവർ പരിപാടി നടത്താൻ വേണ്ടിയിരുന്നത്. പക്ഷേ തിരക്ക് കാരണം ഇവർ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് എല്ലാ ശനിയാഴ്ചയും ഈ പ്രോഗ്രാം, വിജയുടെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രോഗ്രാമിൽ വളരെ വ്യക്തമായി വിജയ് ഇപ്പോഴത്തെ അവിടുത്തെ ഗവൺമെന്റ്, സ്റ്റാലിൻ ഗവൺമെന്റിന് എതിരെ ഒരു ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. என்ன நாங்க பெருசா கேட்டுட்டோம், மக்கள் வந்து நிம்மதியா ஃப்ரீயா நின்னு பாக்குறதுக்கு ஒரு இடம், அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேட்கிறோம். ஆனா நீங்க என்ன பண்றீங்க, அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோட, மக்கள் நெருக்கடியோட. അപ്പം ഇത് കേട്ടിട്ട് നമുക്ക് ഒരു കാരണവശാലും ഇത് വിജയുടെ മാത്രം തെറ്റാണ് അല്ലെങ്കിൽ വിജയുടെ പാർട്ടി മാത്രം ചെയ്തൊരു തെറ്റാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെന്റ് കൂടെയാണ്. അവരും ഇതിനൊരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇത്രയും ആൾക്കാർ വരുമ്പം അവർക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പോലീസിനെയൊക്കെ നിയമിക്കുന്ന അവിടുത്തെ ഗവൺമെന്റാണ്. അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി.